ഹെവി ഡിപ്പിലാണ് ഈ സിനിമ. എന്താണ് ബോഗൺവില്ലയ്ക്ക് തരാൻ പറ്റാത്തൊരു കിക്ക് ഈ സിനിമയിൽ കുഞ്ഞാക്കോന് തരാൻ പറ്റുക. അതാണ് കൂടുതൽ പ്രതീക്ഷിച്ചത്. അതിക്കും മേലെയാണ് ഈ സിനിമ. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ജെയ്ക്സ് വിജോയുടെ BGM ഒക്കെ ശരിക്കും തിയേറ്റർ ആംബിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രിയേഷനായിരുന്നു സിനിമയിൽ കാണാൻ പറ്റിയത്. മൊത്തത്തിൽ സിനിമ പോലീസ് സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നവർക്ക്, ഫാമിലി സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗംഭീരമായ പെർഫോമൻസ്, ഗംഭീരമായ തിരക്കഥയാണ്. പക്ഷെ പടം കിടില നല്ല പെർഫോമൻസ് യാക്കോത്തിന് ഒരു രക്ഷയില്ലാത്ത നല്ല ഗൗരവത്തോടെ എല്ലാം ഉണ്ട്. നമ്മൾ ഈ ലെവലിൽ കണ്ടിട്ടില്ല. ആ രീതിയിലാണ് പടത്തിന് ബ്രേക്ക് ചെയ്തേക്കുന്നത്. എന്താ പറയുക, ഫസ്റ്റ് കുഞ്ചാക്കോലെ ആ ക്യാരക്ടർ എൻട്രി ചെയ്യുന്ന ഹെവി ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഗിലിമിരാപ്പൂജിയുടെ ഡയറക്ടറുടെ പടമാണ്. എസ്പെഷ്യലി ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണാം. അതിനുള്ള എല്ലാ ഐഡിയാസും ഉണ്ട്. പ്രസന്റ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു സൈക്കോളജിക്കൽ ഫാമിലി എന്ന് പറയുമ്പോൾ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ചേറി നിറയുന്നേക്കാന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ടെസ്റ്റ് ഉണ്ട്. വില്ലന്മാരെ പണി മൂവി കണ്ടിട്ടില്ലേ? അതിന്റെ വേറൊരു ലെവലായിട്ടാണ്. ഒന്നും പറയാനില്ല. ഫീല് കിട്ടും. അതായത് നമ്മുടെ ക്യാരക്ടർ എന്തൊക്കെ സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാകുന്ന രീതിയിൽ അത് ശരിക്കും ചാക്കോച്ച് നല്ലപോലെ വർക്കൗട്ട് ചെയ്തു. ഫൈറ്റ് സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫൈറ്റ് അതോടൊപ്പം തന്നെ ഇതിനകത്ത് DOP ക്യാമറ എഡിറ്റിങ് റീഡിങ് ഒക്കെ നല്ല രസമുണ്ട്. ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് കാര്യം ആ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും അല്ല, ഇതിനകത്ത് നല്ല സീരിയസ് റോളോ നല്ല രസമുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. നമ്മൾ 5ാം മതിലെ മൂവിയിൽ കാണുന്ന പോലൊരു സാധനമുണ്ട് ഇതിനകത്ത്. എടുത്തു പറയേണ്ട പിന്നെ വൈശാഖ് നടക്കും പുള്ളി പൊളിച്ച് നല്ല രസമുണ്ട്. പിന്നെ ഡയറക്ടർ സാറ് തന്നെ നല്ലപോലെ അഭിനയിച്ച് നല്ലൊരു റോൾ തന്നെ പുള്ളി ചെയ്തു. ഏതാ കേട്ടില്ല? പിന്നെ ഡെഫിനറ്റ്ലി അത് ഞാനിപ്പോൾ അത് ഓപ്പണായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്പോയിലർ പോലെ ആവുന്നില്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ അത് ഞാൻ പക്ഷേ മസ്റ്റായിട്ട് കാണണം. അതിനകത്ത് കുറേ കാര്യങ്ങൾ അതിനകത്ത് അവരെ ഒട്ടും ഡ്രാഗ് ഇല്ലാതെ എമോഷൻസ് എല്ലാം കണക്ട് ആവുന്നുണ്ട്. ഭയങ്കരമായിട്ട് ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലൈമാക്സ് ഞാൻ ക്ലൈമാക്സിനെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കലിപ്പൻ ചാക്കോച്ചന് ഇഷ്ടമായോ? കലിപ്പൻ ചാക്കോച്ചൻ ഭയങ്കര കലിപ്പൻ. പക്ഷേ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നത് സൗണ്ട് പോയിരിക്കും പടം. സോ കുറച്ച് കുറവാണ്. നല്ല പടം, എല്ലാവരും കാണുക. നല്ലൊരു ക്രൈം ത്രില്ലറാണ്. വെറുതെ ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത് മൂവിയാണ്. നല്ല എക്സ്പീരിയൻസ്. ചാക്കോച്ചൻ്റെ ഒക്കെ ഫസ്റ്റ് മൂവി. പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു കമേഴ്ഷ്യൽ എൻ്റർടൈനിങ് ക്രൈം ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാൽ അതേ സമയത്ത് സമൂഹത്തിൽ ഒരു ഏറ്റവും വലിയൊരു ഡിസ്റ്റർബിംഗ് ആയിട്ടൊരു ഇഷ്യൂവിൽ ടച്ച് ഓൺ ചെയ്യുന്ന ഒരു ഫിലിം കൂടെയാണ്. റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു വേയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഓഡിയൻസിനും കൂടെയും ഒക്കെ ഇപ്പോഴാണ് ആദ്യമായിട്ട് പ്രോപ്പറായിട്ട് ഫുൾ ഫിലിം കാണുന്നത്. സെക്കൻഡ് ലീഡ് റോൾ ആയിരുന്നല്ലോ. അതെ ചാക്കോച്ചൻ കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര സന്തോഷം. ചേച്ചി കണ്ടോ പടം? കണ്ടു. സൈക്കോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇയാള്. പക്ഷേ വില്ലൻ ക്യാരക്ടേഴ്സ് ഇങ്ങനത്തെ ഒരെണ്ണം നേരത്തെ ചെയ്തില്ല. ഭയങ്കര പോളിഷ്ഡായി. താങ്ക് യു സോ മച്ച്. എന്തായാലും ആൾക്കാരെ കണ്ട് പറയേണ്ട ബാക്കി ഒരിക്കലും മിസ് ചെയ്തത്. ഒരു ഫാമിലി പടം തൂക്കി കുഞ്ഞാക്കോനെ ഈ വർഷം തൂക്കി ഉറപ്പാണ്. ഓട്ടം അടിപൊളി. ഗംഭീര ഒരു സ്ക്രിപ്റ്റാണ്. അതിനുശേഷം ജിത്തുവിൻ്റെ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ, പിന്നെ മാട്ടിമുറക്കാട്ട് ബാക്കപ്പ് ആയിട്ട് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം പിന്നെ മ്യൂസിക് ഗംഭീരമായിരുന്നു. പിന്നെ ഒരു പുതുമുഖമാണല്ലോ അന്ന എന്നുള്ള റോള് ചെയ്ത ഐശ്വര്യയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. പിന്നെ നമ്മുടെ പഴയ കുപ്പിയായിട്ട് കണ്ട കുപ്പിനെ വേറൊരു രീതിയിലാണ് ഇതിനകത്ത് നമ്മൾ കണ്ടത്. എന്തോ എല്ലാം നല്ലതായിരുന്നു. ഭയങ്കര ടച്ച് ചെയ്തു. പിന്നെ ഒരു ടീനേജ് പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ആ ടീനേജ് പെൺകുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുകയല്ല, ഉപദേശമായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു ആ മോളുടെ നിങ്ങൾക്ക് ടീനേജ് പെൺമക്കളുണ്ടെങ്കിൽ അവരോടൊപ്പം കൊണ്ടുവന്നിട്ട് ഈ മൂവി കാണിക്കുക. സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇതെന്താണെന്നുള്ള ഒരു വ്യക്തമായൊരു നേർക്കാഴ്ച തരുന്ന ചിത്രമാണ്. സിനിമ കണ്ടതുകൊണ്ട് ഒരു
ചേഞ്ച് വരുമെന്ന് തോന്നുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പാരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ആ ലിമിറ്റേഷൻസ് മാറി നമുക്ക് ആ പാരൻസിന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന നമ്മളെ മക്കളെ പറഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കുന്നതിനേക്കാളും കുഞ്ഞുമായിട്ട് വന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. നൈസ് പടം, വേറെ മൂഡാണ്. ചാക്കോച്ചി വേറെ മൂഡാണ്. ചെറിയ കുറിച്ചുണ്ടായി കൊച്ചു അടിപൊളിയായിട്ട് അഭിനയിച്ചു. എല്ലാവരും അതിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചു. ഇടിയൊക്കെ നൈസ് ഇടിയായിരുന്നു. കാണാൻ നല്ലൊരു പോയിന്റ് മൂഡ്, വേറെ മൂഡാണ്. രക്ഷയില്ല. എല്ലാരും വന്ന് പടം കാണട്ടെ. ചാക്കോച്ചൻ്റെ നായാട്ട് സിനിമ ഉണ്ടല്ലേ, നായാട്ട് പോലെ സിനിമയല്ല. അപ്പം അതിൽ നിന്ന് എന്തൊരു ഡിഫറൻസ് ആണ് ഈ പടം വന്നേക്കുന്നത് സിനിമാറ്റിക് ആയിട്ട്? അത് പൂർണ്ണമായിട്ടും നിങ്ങൾ അവൻ്റെ ഇടപ്പുള്ളി കൂടെ ഒക്കെ ഓടുന്ന സീനൊക്കെ ഇല്ലേ, അപ്പൊ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഓടാനല്ല, മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ കാണുന്നത് തന്നെ വലിയൊരു ക്രൂവിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളൊക്കെ ഒരുപാട് സ്വപ്നം കണ്ട കുറേ വ്യക്തികളിലൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ സന്തോഷമുണ്ട്. ബിഗ് സ്ക്രീനിൽ ഇത്രയും സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ റെസ്പോൺസിനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഓഡിയൻസിന് പടം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഉള്ളവർക്ക് കാണാൻ പറയുക. റംസാൻ അങ്ങനെ ഹീറോ റോൾ അങ്ങനൊന്നും ഇല്ലല്ലേ, വില്ലനായാലും ഏത് റോളിനും ചെയ്യും അല്ലേ? അത്രത്തോളം പാഷനേറ്റ് ആയിട്ടാണോ? പറ മീനാക്ഷി, എങ്ങനെ എക്സ്പീരിയൻസ്? എനിക്ക് അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് നാളിന് ശേഷം ചെയ്യുന്ന മൂവിയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒപ്പത്തിന് ശേഷം ഇങ്ങനെ ഒരു മൂവി എന്ന് പറയുമ്പോൾ എനിക്കത് എനിക്ക് പേഴ്സണലി ഭയങ്കര, ഞാൻ എത്ര വലുതായാലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത്രയും നാളിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പറയുന്നത് എനിക്ക് ഞാൻ ചെയ്യുമ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് വളരെ കുറച്ച് ദിവസത്തെ ഷൂട്ട്, പക്ഷേ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. എനിക്കിങ്ങനെ കണ്ടറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷമായിരിക്കുകയാണ്. എല്ലാവരും മൂവി കാണുന്നത്. ഞങ്ങൾ കൂടുതലും മീനാക്ഷിനെ കണ്ടിട്ടുള്ള ടെലിവിഷൻ സ്ക്രീനിലാണ്. അപ്പോൾ ഈ ടെലിവിഷൻ സ്ക്രീനും മിനി സ്ക്രീനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ തോന്നുന്നു? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന എവിടെയാണ്? അയ്യോ, അങ്ങനൊന്നുമല്ല. ഞാൻ ഒപ്പം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മലയാളം മൂവി, വലിയ മൂവി ഇതാ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇപ്പം ടോപ്പ് സിംഗറിലായാലും ഞാൻ ആങ്കർ ചെയ്യുന്നത്. വേറെ ഷോസൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് അത്ര അറിയില്ല. ഓക്കെ, സിനിമയിൽ തന്നെയാണോ ഒരു കരിയർ ഉദ്ദേശിക്കുന്നത്? അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് വന്ന് അങ്ങനെ. ഓക്കെ, അപ്പോൾ എന്താവാൻ ആഗ്രഹം? അങ്ങനെയൊന്നും ആഗ്രഹിച്ചില്ല. ഒന്നുപോലെ കോട്ടെ. ഓക്കെ, ഇപ്പോൾ പഠിക്കുകയാണോ? ഞാൻ ഡിഗ്രി കഴിയാറായോ? ഏതാ കോഴ്സ്? ഡിഗ്രി ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, താങ്ക് യു സോ മച്ച്.